250 രൂപക്ക് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? എല്ലാ തവണത്തെ പോലെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ അങ്ങ് പച്ച പിടിക്കേണ്ട, നല്ല ചൊകാന്ന് ചുവന്നിരിക്കുന്ന റെഡ് ക്രിസ്മസ് ട്രീ ആണ് എന്റെ മനസ്സിൽ. ഗ്രീൻ ചാർട്ട് പേപ്പർ നീളത്തിൽ മടക്കി ഒരു ഹാഫ് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ അത് വരച്ചു വെച്ചു. ഇനി ആ ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുത്ത് റെഡ് ചാർട്ട് പേപ്പർ നീളത്തിൽ മടക്കി ആദ്യം വെട്ടിവെച്ച് ഗ്രീനിന്റെ സൈഡ് ട്രേസ് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ റെഡ് വെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ 14 ചാർട്ട് പേപ്പേഴ്സ് ഞാൻ വെട്ടിയെടുത്തു. ഇനിയെല്ലാം അടക്കി ഓരോന്നിന്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കുക. ആ ഒട്ടിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വെച്ചു. ആദ്യം എല്ലാ ചാർട്ട് പേപ്പേഴ്സും നമ്മൾ ഇങ്ങനെയാണ് കൂട്ടി ഒട്ടിക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ സൈഡിൽ ആ വട്ടം ആകൃതിയിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും മാത്രമേ ഇപ്പോൾ ഒട്ടിക്കുള്ളൂ. പക്ഷെ 14 ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നേരം ചാർട്ട് പേപ്പേഴ്സിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇനി അകത്ത് XY എന്ന് മാർക്ക് ചെയ്തേക്കുന്ന രീതിയിൽ ഒട്ടിക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് എന്റെ വോയിസ് ഓവർ കൂടി ആവുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഏതെങ്കിലും കുഞ്ഞു പേപ്പേഴ്സ് എടുത്തിട്ട് ആദ്യം ചെയ്ത് നോക്കുക, അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ശരിയായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളെ കാണിക്കാനായിട്ട് വെക്കാനായിട്ട് ഉമ്മറത്ത് വന്ന സമയത്ത് അമ്മ ഇവിടെ ഈ ക്ലോത്ത് ഡ്രയർ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തുണികൾ ഉണക്കാനായിട്ട് സ്ഥല പരിമിതികളുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്. ഇതിന് 51,000+ റേറ്റിംഗ്സ് വന്നിട്ടുള്ള സാധനമാണ്. അതാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് മനസ്സിലായല്ലോ, നമ്മൾ യൂട്യൂബ് ഇവന്റിന് ഇട്ടിട്ട് പോയ ആ ബീച്ച് കളർ ഡ്രസ്സിന്റെ തന്നെ കളർ ചേഞ്ച്. ഇത് വണ്ണുള്ളവർക്ക് ഇടുന്നതാണോ നല്ലത്, കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നിക്കും.